ശ്രീബുദ്ധൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സന്തോഷത്തിലിരിക്കുമ്പോൾ വാഗ്ദാനങ്ങൾ കൊടുക്കരുത്, നിങ്ങൾ ദുഃഖത്തിലിരിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുകയും അരുത്, നിങ്ങൾ ദേഷ്യത്തിലായിരിക്കുമ്പോൾ പ്രതികരിക്കുകയും അരുത്. ശരിയല്ലേ? നിങ്ങൾ സന്തോഷത്തിലായിരിക്കുമ്പോൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ എല്ലാ സാധ്യതകൾക്കും അപ്പുറത്തുള്ള വാഗ്ദാനങ്ങളായിരിക്കും. ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ദുഃഖത്തിലിരിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളോ അമ്പയെ പരാജയപ്പെട്ട തീരുമാനങ്ങളായിരിക്കും. കാര്യം അത് ഇമോഷണൽ ടച്ച് ഉള്ളതായിരിക്കും. ദേഷ്യത്തിലിരിക്കുമ്പോഴുള്ള പ്രതികരണങ്ങളോ നിങ്ങൾ സാധാരണ രീതിയിലുള്ള മനുഷ്യരായിരിക്കുകയില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സി.ജെ. റോയിയുടെ മരണത്തിലും നമുക്ക് ആകെ ആശങ്കയുണ്ടാക്കുന്നത് സി.ജെ. റോയ്ക്ക് വേണമെങ്കിൽ അത് മാറ്റിവെക്കാമായിരുന്നു, ആ തീരുമാനം എന്നുള്ളതാണ്. ആ തീരുമാനം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും റോയ്ക്ക് അങ്ങനെ ചെയ്യേണ്ടി വരില്ലെന്ന് ഉറപ്പുണ്ട് നമുക്ക്. കാരണം റോയിയുടെ ബിസിനസ് ലൈഫ് അത്ര ക്ലീൻ ആയിരുന്നു. ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയായിരുന്നു അദ്ദേഹത്തിന്. ഒരു കടവും ഉണ്ടായിരുന്നില്ല, 0 കടം പദ്ധതി എന്ന് വേണമെങ്കിൽ പറയാം. ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയിട്ടുള്ളൊരു പരിപാടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ലോണില്ലാതെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതായിരുന്നു യഥാർത്ഥത്തിൽ റോയ് ചെയ്തത്. 0 ഡെപ്റ്റാണ്, മാത്രമല്ല കൃത്യസമയത്ത് ഡെലിവറി ചെയ്യുകയും ചെയ്യും. അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത. വളരെ വലിയ സക്സസ്ഫുൾ മോഡലാണ്. ദുബായിൽ വരെ ഇപ്പോൾ ലങ്കാസ്റ്റർ എന്ന് പറയുന്ന പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. 11 മാസം കൊണ്ട് ആ പ്രോജക്റ്റ് നടപ്പാക്കി എല്ലാ ഉപഭോക്താക്കൾക്കും അത് തിരികെ കൊടുത്തു. പുതിയ പദ്ധതി തറക്കല്ലിട്ടു. ഒരുപക്ഷെ ദുബായിലൊക്കെ നടന്ന വലിയ നിക്ഷേപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സംശയമായിരിക്കും. ഇതൊക്കെ പിഴയടച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ സി.ജെ. റോയ് വലിയ ഒരു അഭിമാനി കൂടിയാണ്. ആരുടെ കയ്യിൽ നിന്നും ചില്ലി പൈസ വാങ്ങിയിട്ടല്ല ഈ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. പെട്ടെന്ന് വന്നൊരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ അവഹേളിക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനം വ്രണപ്പെട്ടിട്ടുണ്ടാവുമെന്ന് മനസ്സിലാവുന്നു. അതും കേരളത്തിൽ നിന്നുള്ള സംഘമാണ് അവിടെ എത്തിയത്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. ആത്മഹത്യ ഒന്നിനും പ്രശ്നമേ അല്ല. ബുദ്ധനെ ഓർമ്മിക്കുക. സങ്കടം വരുമ്പോൾ തീരുമാനങ്ങൾ എടുക്കരുത്, സന്തോഷം വരുമ്പോൾ വാഗ്ദാനങ്ങൾ കൊടുക്കരുത്, ദേഷ്യം വരുമ്പോൾ പ്രതികരിക്കുകയും വേണം. ജീവിതം ഹാപ്പിയാണ്.